ചക്കക്കുരുവാണ് ഇത് പുഴുങ്ങി മിക്സിയിൽ അടിച്ച് ഉടച്ചൊന്നെടുത്തത്. ഇനി അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കടലമാവ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ശകല ഉപ്പ്, ഒരു ശകലം മുളക് പൊടി, ഒരു പിഞ്ച് കായം മതി. ഇതെല്ലാം കൂടെ നന്നായി കുഴയ്ക്കുന്നത് നമ്മൾ. അതുകൊണ്ട് എന്തൊക്കെ ചേർത്തേന്ന് നോക്കണേ. കടലമാവ്, കോൺഫ്ലവർ, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾ വേണ്ടല്ലോ, മഞ്ഞൾ വേണ്ട, നിറം കിട്ടുന്നതിന് വേണ്ടിയാണ് മഞ്ഞൾ ചേർക്കുന്നത്. ഈ നന്നായിട്ട് കുഴച്ച് അതിൻ്റെ കൂടെ ഉള്ളി, സവാള, ഇഞ്ചി, പച്ചമുളക് ഉണ്ടോ, സവാള, ഇഞ്ചിയും പച്ചമുളകും കൂടെ ഈ മാവിലേക്ക് നമ്മളിടുന്നു. കണ്ട ചക്കക്കുരു മാവ് റെഡിയായി. നമുക്ക് പരത്തിയോ ചെറിയ ഉരുളകളാക്കിയോ എങ്ങനെ വേണമെങ്കിലും എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം. ഈ എണ്ണയ്ക്ക് തീ എത്തിക്കട്ടെ. പാത്രം ചൂടായി എണ്ണ ഒഴിക്കുന്നു. എണ്ണയും തിളക്കട്ടെ. എണ്ണ തിളച്ച് നമുക്കിനി ചക്കക്കുരു ബജിയുടെ മാവ് പറക്കിയിടാം. ഉരുട്ടി വേണമെങ്കിലും ഇടാം, പരത്തി വേണമെങ്കിലും ഇടാം. ഞാൻ പരത്തിയാണ് ഇട്ടേക്കുന്നത്. പരത്തിയിടുമ്പോൾ കുറേ വേവുമല്ലേ. മാവ് തന്നെ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ നല്ല രസം. ചുട്ടെടുക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും ഇത്. ചക്കക്കുരു ബജിയാണിത്. ചക്കക്കുരു നമ്മൾ പുഴുങ്ങിയെടുത്തത് കൊണ്ട് നമുക്ക് മാവ് ഇങ്ങനെ ചുമക്കുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ചക്കക്കുരു വേവേണ്ട കാര്യമില്ലല്ലോ. നല്ല രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ. ചക്കക്കുരുവിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ആണല്ലോ. അതിങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കും നിങ്ങളൊന്ന് നോക്കിയത്. അപാര ടേസ്റ്റാണത്. ചക്കയുടെ സീസണില്ലേ ഇപ്പം. ചക്കക്കുരു ധാരാളം ഉണ്ട് വീട്ടിൽ. ചക്ക വറക്കാനെടുത്തതിൻ്റെയും കറി വയ്ക്കാനെടുത്തതിൻ്റെയും ഒക്കെ ചക്ക ഉണ്ട്.
ആണ്ട് എളുപ്പം ഉണ്ടാക്കാം നമുക്കത്. തോനെ സമയമൊന്നും വേണ്ട. ചക്കക്കുരു ഒന്ന് തുരിച്ചെടുക്കുന്ന താമസം മാത്രം മതി. അതുകൊണ്ട് അല്ല സൂപ്പർ വെജി മുരിഞ്ഞു വന്ന് കണ്ട സൂപ്പർ ചക്കക്കുരു വെജി. നല്ലൊരു പലഹാരമാണത്. ആരും കഴിച്ചു കാണത്തില്ലായിരിക്കും, ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി കാണുമായിരിക്കും. പോരട്ടെ, ചുവന്നല്ലോ. നമുക്ക് ചക്കക്കുരു പച്ചയ്ക്കാണെങ്കിലല്ലേ വേവണമെന്ന് വെച്ച് ഇടാമെന്ന്. വേവേണ്ട കാര്യമില്ലല്ലോ. മാവിൻ്റെ അഹമെല്ലാം ഒന്ന് മൂത്തെടുക്കട്ടെ. ഇച്ചിരി കോൺഫ്ലവർ ചേർത്തുകൊണ്ട് എണ്ണ അങ്ങ് അകത്തോട്ട് പിടിക്കും, അതുകൊണ്ട് പെട്ടെന്ന് മൂക്കും. വേണ്ട ചക്കക്കുരു വരി. അതാണ് ചക്കക്കുരു വെജി. ഇതാ കണ്ടോ, ഇത് നല്ല സൂപ്പർ പലഹാരമാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ പലഹാരം. അവിടെ ചായ ഇടുന്നുണ്ട്, ചായയോടെ കുടിക്കാനാണിത്. കണ്ടോ ചക്കക്കുരു വെജി വേവുന്നുണ്ടോ? ഉണ്ട് വെന്തത്. നല്ല വട പോലിരിക്കും കണ്ടോ. ആ ചായയും ചക്കക്കുരു വജിയും റെഡി ആയിട്ടുണ്ട്. കണ്ടോ എന്ത് ഭംഗിയാണ്. ഉഴുന്നുവടയെക്കാട്ടി നല്ലതാണ് കാണാനും തിന്നാനും. എന്തൊരു ടേസ്റ്റാണ്. ചക്കക്കുരുവിനൊരു ടേസ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ വട രൂപത്തിൽ പൊരിച്ചെടുത്താൽ എന്ത് നല്ലതാണ്. കണ്ട ഉഴുന്നുവടയെക്കാട്ടി നല്ല ടേസ്റ്റാണ്. ഉഴുന്നുവട വെല്ലും. നിങ്ങൾ ഓരോന്ന് ഉണ്ടാക്കുന്ന ഒരു ചക്കക്കുരു വെച്ച്